പിണറായി വിജയനും മകളും ഇനി ഫുൾ ടൈം വെള്ളത്തിലായിരിക്കും. ഈ വെള്ളമല്ല കേട്ടോ. 4,50,000 കൂടെ ഇവരുടെ നീന്തൽക്കുളത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇനി ഫുൾ ടൈം വെള്ളത്തിൽ നീന്തി തുടുത്ത് നടക്കാം. കാര്യം ഇനിയിപ്പം ജയിലിലോട്ട് മകള് പോവുകയാണെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ട് 4,50,000 കൂടെ അനുവദിച്ചിട്ടുണ്ട്. അത് പോരാത്തതിന് പിണറായി വിജയന്റെ സർക്കാരിന്റെ 2ാം വാർഷികത്തിന് 25 കോടി രൂപയാണ്. അത് മാത്രമല്ല 25 കോടി രൂപ തികയാതെ കഴിഞ്ഞാൽ വീണ്ടും ഫണ്ട് അനുവദിക്കാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്കൽ കിടക്കുന്ന കുറച്ച് പാവങ്ങളുണ്ടേ, നമ്മുടെ ആശാ വർക്കർമാരെ, ആ പാവങ്ങൾക്ക് ഒരു വെല്ലമൊക്കെ ഒന്ന് കൊടുക്ക്. അത് മാത്രമല്ല CPO റാങ്ക് ഹോൾഡേഴ്സ് കുറച്ച് പിള്ളേർ കിടപ്പുണ്ട്, അവർക്കും കൂടെ ഒന്ന് വെല്ലം കൊടുക്ക്. പാവങ്ങളല്ലേ, 25 കോടിയോ 4,50,000 ഒന്നും വേണ്ടെന്ന് ആ പാവങ്ങൾക്ക്. അവർ ചോദിക്കുന്നത് വെറും 10,000-2,000 രൂപയും കൂടെ കൂട്ടി തന്നാൽ മതി, അത് കൊടുത്താൽ മതി. ഈ പൊടി പഠിക്കുന്ന പൈസയിൽ 4 കൊടുത്താൽ ആ പാവങ്ങൾ ജീവിച്ചു പോകുള്ളൂ. നീ ഡെയിലി 100-200 രൂപയും കൂടെ കൂട്ടി തരാനല്ലേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ പുട്ടടിച്ച് പൊടിച്ച് കളയാൻ വേണ്ടി 25 കോടി രൂപയല്ലേ, അത് തികയാതെ വന്നാൽ നിങ്ങൾ വീണ്ടും മുടക്കും. അതിന് സർക്കാരിന്റെ മന്ത്രിസഭയുടെ അനുവാദമുണ്ട്. മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിന് വീണ്ടും 4,50,000 രൂപയും കൂടെ മുടക്കുന്നത് എന്നതാണോ? ഇയാൾ അവിടെ കുളിച്ച് തിമിർത്ത് ആർമാദിച്ച് നടക്കുവാണ്. അടിച്ച് കയറി വാ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. വെള്ളത്തിൽ കിടന്ന് തിമിർക്കുക, മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും കൂടെ നീന്തി സുഖിച്ച് ആർമാദിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും വെള്ളമില്ലാതെ കിടക്കുന്ന ആ പാവങ്ങൾക്ക് എന്തേലും ഒന്ന് കൊടുക്ക്. കഷ്ടമുണ്ട് പാവങ്ങൾ, എത്ര ദിവസമായി. CPO റാങ്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ കുത്തിയിരുന്ന് പഠിച്ച് നേടിയതല്ലേ. ഇങ്ങനെ ഉപേക്ഷ വിചാരിക്കല്ലേ.